ഞാൻ എൻ്റെ അവസരത്തിൽ കോൺഗ്രസ് പ്രതിനിധിയോട് നേരിട്ടൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം അൽഫോൺസ് കണ്ണന്താനം മുതൽ വിശ്വേശ്വരൻ പിള്ള വരെയുള്ളവർ പോയില്ലേ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, CPIMൻ്റെ പാർട്ടി അംഗത്വത്തിലേക്ക് വരാനെടുക്കുന്ന 3 വർഷം, അങ്ങനെ 3 വർഷത്തെ പ്രവർത്തനാനന്തരം ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർഷിപ്പിലെത്തിയ ഏതെങ്കിലും ഒരു CPIMൻ്റെ പാർട്ടി അംഗം BJPയിലേക്ക് പോയതായി അങ്ങേക്കറിയാമോ? അങ്ങ് സൂചിപ്പിച്ച ഈ വിശ്വേശ്വരൻ പിള്ള ഏതാണെന്ന് സത്യസന്ധമായും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പിള്ളയല്ല, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വേറെ ആരോ പറഞ്ഞു മേനോനാണ്. ഞാൻ പറഞ്ഞു പിള്ളയാണോ മേനോനാണോ, ഏതു ജില്ലയിൽ നിന്ന് പോയി, ഏതു ഘടകത്തിൽ നിന്ന് പോയി, ഏത് ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥിയായി ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു? അത് യോജിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, CAA സംബന്ധിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്, നിങ്ങളുടെ പാർലമെൻറ്റിൽ നിങ്ങളുടെ എത്ര പാർലമെൻറ്റ് മെമ്പർമാർ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ചോദ്യത്തിന് മറുപടി ആ 2ാം ഘട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോയി എന്നൊക്കെ ഉള്ളതാണ്. പശ്ചിമ ബംഗാളിൽ ഇപ്പോഴും കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റിൽ, കോൺഗ്രസിനെ കൂടെ ചേർത്ത് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ പേര് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് തന്നെയാണ്. ത്രിപുരയിൽ CPIMും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. BJPയാണ് ഭരണത്തിലുള്ളത്. ത്രിപുരയിൽ ഒരുമിച്ചൊരു മുന്നണിയായി മത്സരിക്കുമ്പോഴും ത്രിപുരയിലെ 1ാമത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് തന്നെയാണ്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മുസഫർ അഹമ്മദിൻ്റെ സ്മാരക മന്ദിരമാണ്. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന മദർ തെരേസയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നും 1-2 കിലോമീറ്ററുകൾക്കപ്പുറം ഇപ്പോഴും ഒരു കൊടിയും മാറാതെ BJPക്കാരൻ പേടിപ്പിക്കുമ്പോൾ പച്ചക്കൊടിയും ത്രിവർണ്ണ പതാകയും 4ആയി മടക്കി പോക്കറ്റിൽ വെക്കാതെ ഞങ്ങളുടെ ആഫീസിൻ്റെ മുകളിൽ ഉയർന്നു പാറുന്നുണ്ട്. അതങ്ങ് മനസ്സിലാക്കണം. പിന്നെ മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസ് മാറിയതിനെ സംബന്ധിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നു കോൺഗ്രസ് നേതാവ്, അവർക്ക് 44 MLAമാർ, ചെറിയ ഭൂരിപക്ഷമല്ല വലിയ ഭൂരിപക്ഷമുണ്ട്. ഒരു മന്ത്രിസഭയും ഒരു ക്യാബിനറ്റും തിരഞ്ഞെടുക്കപ്പെട്ട 44 അംഗങ്ങളും BJPയിലേക്ക് കൂടുമാറി. ഏതാ നേതാവ്? കോൺഗ്രസിൻ്റെ നേതാവ് പേമകണ്ഠുവും സംഘവും. അങ്ങനെ ഒരു അനുഭവം ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഒറ്റ ഉദാഹരണോടെ പറഞ്ഞ് ഞാനെൻ്റെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്തെ സംസ്ഥാനമാണ് ഗോവ. അല്പം മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഭൂരിപക്ഷമുള്ള സംസ്ഥാനം കൂടെയാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിശ്വാസികൾ, അവരുടെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെയുള്ള സ്ഥലമാണ് ഗോവ. BJPക്കെതിരെയുള്ള കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? വയനാട് MP അവിടെ പര്യടനത്തിന് പോയി. എല്ലാ മത്സരത്തിന് അണിതരുന്ന സ്ഥാനാർത്ഥികളെയും കൊണ്ടുപോയി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് സത്യപ്രസ്താവന നടത്തി. അത് പോരാഞ്ഞിട്ട് എന്ത് ചെയ്തു? പനാജിയിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കയറ്റി പ്രസ്താവന നടത്തി. എന്താ പ്രസ്താവന? അഴിമതിയും കൈക്കൂലിയും വാങ്ങിക്കില്ലെന്നല്ല, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞങ്ങൾ BJPയായി പോവില്ല, വിഷ്ണു ഭഗവാനാണേ സത്യം. അതിനുശേഷമോ പോരാഞ്ഞിട്ട് അവിടുത്തെ ക്രൈസ്തവ ദേവാലയത്തിൽ കൊണ്ടുപോയി, വിശുദ്ധ മേരിയുടെ മാമതയുള്ള ദേവാലയത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ചും സത്യം. കക്കില്ല മോഷ്ടിക്കില്ല എന്നുള്ളതല്ല, അതൊക്കെ പിന്നീട്. ഞങ്ങൾ ജയിച്ചാൽ BJPയിൽ പോവില്ല. പോരാഞ്ഞിട്ട് മുസ്ലിം മോസ്കിൽ പോയി അവിടെ വെച്ചും സത്യപ്രസ്താവന നടത്തി, BJPയിൽ പോയില്ല എന്ന്. എന്ത് ചെയ്തു? ജനങ്ങൾ ഒരു 11 സീറ്റിൽ ജയിപ്പിച്ചു. ദിഗംബർ കോമത്ത് അവിടുത്തെ പ്രതിപക്ഷ നേതാവാ, ഓർക്കാൻ പ്രയാസമുള്ള പേരാ. ഗോവയിലെ VD സതീശൻ എന്ത് ചെയ്തു? ജയിച്ച 11 MLAമാരുമായി പിറ്റേ ദിവസം BJP ആഫീസിലേക്ക് പോയി. ഇതാണ് കോൺഗ്രസിന്റെ അനുഭവം. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ബംഗാൾ നിങ്ങളുടെ ആഫീസിൽ കൊടിയുണ്ടോ? കൊടി 4ആയി മടക്കി വെച്ച് വയനാട്ടിൽ പ്രകടനം നടത്തിയ ആളാണ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന കൊടിയെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുന്നത്.